വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ കാണിക്കുന്നത് എം ടി പ്രൊഡക്ട്സ് ആണ്. അതായത് ഞാൻ സ്റ്റുഡിയോ വൃത്തിയാക്കിയപ്പോഴത്തേക്കും കിട്ടിയ എം ടി പ്രൊഡക്ട്സ് ആണ്. അല്ലാണ്ടുള്ള കുറേ വേറെ റൂമിലുണ്ട്, അത് എടുത്തിട്ടില്ല. അപ്പോൾ സ്റ്റുഡിയോക്കുള്ള എം ടി പ്രൊഡക്ട്സ് ആണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് പ്രോഡക്റ്റ് അലോവേര ജെല്ലാണ്. ബോറോ പ്ലസ് ഓർഗാനിക് അലോവേര ജെൽ, സൂത്തിങ്, മോയ്സ്ചറൈസിംഗ്, നറിഷിംഗ്, വിറ്റാമിൻ ഇ ഉണ്ട്, പാരബിൻ, സൾഫേറ്റ് ഫ്രീ ആണ്, ഫേസ് ബോഡി ഹെയറിനൊക്കെ യൂസ് ചെയ്യാൻ എഴുതിയിട്ടുണ്ട്, നോൺ സ്റ്റിക്ക് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. 100 രൂപയാണ് കേട്ടോ. യൂസ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് പറയാൻ പറഞ്ഞാൽ എനിക്ക് അധികം പറയാനില്ല, കാരണം ഇത് ഭയങ്കര സ്ട്രോങ് സ്മെല്ലായിരുന്നു. ഒരു കെമിക്കൽ സ്മെൽ ഉണ്ടായിരുന്നു, ഓർഗാനിക് എന്നൊക്കെ പറയുന്നെങ്കിലും. പക്ഷെ നമുക്ക് ഇൻഗ്രീഡിയൻസ് നോക്കിയാൽ അറിയാൻ പറ്റും ഇതിൽ ഓർഗാനിക് 100% ഓർഗാനിക് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് അല്ല. അതുകൊണ്ട് ഞാനത് ഫേസിൽ യൂസ് ചെയ്തിട്ടില്ല, ഷേവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് ഞാൻ ഷേവ് ചെയ്യാൻ മുമ്പായിട്ട് അപ്ലൈ ചെയ്യാം, അലോവേര ജെൽ ഏതെങ്കിലും ബ്രാൻഡിന്റെ അപ്ലൈ ചെയ്യും. അപ്പോൾ അതിന് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു, അത് നല്ലതായിരുന്നു. നെക്സ്റ്റ് ലക്സിന്റെ ഒരു ബോഡി വാഷാണ്. സോഫ്റ്റ് റോസ്, ഫ്രഞ്ച് റോസ് ആൻഡ് ആൽമണ്ട് ഓയിൽ എന്ന് എഴുതിയിട്ടുണ്ട്. 2x ഹൈഡ്രേറ്റിംഗ് എസൻസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ പ്രൈസ് 99 രൂപയാണ്, 245 ml. ഇത് സംഭവം ഒരു നോർമൽ ബോഡി വാഷ് എന്ന രീതിയിൽ കൊള്ളാം, അല്ലാണ്ട് ഇത് ഹൈഡ്രേറ്റിങ്ങോ അങ്ങനെ ഒന്നും അല്ല. നമ്മൾ ഡ്രൈ ആക്കലൊക്കെ ഉണ്ട്, സ്മെല്ലൊക്കെ കുറച്ച് നേരം നിൽക്കത്തുള്ളൂ. പിന്നെ ഇതിന്റെ ഈ റോസ് എഴുതിയിരിക്കുന്നതൊക്കെ ഒരു ആഡംബരമാണ്. ആ റോസിന്റെ സ്മെല്ലോ ഒന്നും തന്നെ ഇല്ല. അപ്പൊ ഞാൻ എപ്പോഴും കുറഞ്ഞൊരു ബോഡി വാഷിന്റെ കയ്യിൽ എപ്പോഴും കാണും, കാരണം ചില ഡ്രസ്സുകൾ സോപ്പ് ഡിറ്റർജന്റ് യൂസ് ചെയ്ത് നമുക്ക് നനയ്ക്കാൻ പറ്റത്തില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ സ്പെഷ്യലായിട്ട് ഒരു കുറഞ്ഞ ബോഡി വാഷ് എപ്പോഴും കയ്യിൽ വെച്ചിട്ടുണ്ടാവും. അതിന് വേണ്ടിയിട്ടുള്ളതാണ് മെയിൻ ഇത്. പക്ഷെ ഞാൻ ബോഡിയിൽ യൂസ് ചെയ്യലുണ്ട്. അപ്പോൾ ബോഡിയിൽ യൂസ് ചെയ്യുമ്പോഴത്തേക്കും പറഞ്ഞിട്ടുള്ള ആ ഹൈഡ്രേറ്റിംഗ് പോലും ഫീൽ ചെയ്യത്തില്ല. ഒരു ജസ്റ്റ് ഒരു ബോഡി വാഷ് ക്ലെൻസ് ചെയ്യുക, അത്രേ ഉള്ളൂ. നെക്സ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ട അലോവേര ജെല്ലാണ്, എൻ്റെ പ്രിയപ്പെട്ടതാണ്. കാരണം കുറേ യൂസ് ചെയ്തിട്ട് എനിക്കിതാണ് നല്ല ഇഷ്ടമായിട്ടുള്ളത്. വോവിന്റെ അലോവേര ജെല്ലാണ്. 99% പ്യൂർ അലോവേര എന്ന് എഴുതിയിട്ടുണ്ട്. മെയ്ഡ് ഇൻ ഇന്ത്യ ആണ്. 250 ml വില മാറ്റി പോയി, 449 എന്ന് തോന്നുന്നത്. അപ്പോൾ ഈ പ്രോഡക്റ്റ് നല്ല ഇഷ്ടമാണ്. ഞാൻ ട്രൈ ചെയ്തിട്ട് റിവ്യൂ ഒക്കെ ഇട്ടിട്ടുണ്ട്. ഒരാഴ്ച അലോവേര ജെല്ലിൽ യൂസ് ചെയ്ത ഒരു വീഡിയോ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ യൂസ് ചെയ്തത് ഇതായിരുന്നു. കാരണം എനിക്ക് ഫ്രഷ് അലോവേര ജെൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതിങ്ങനെ ഒരു കറ വരത്തില്ലേ, ആ കറ എനിക്ക് അലർജിക്കാണ്. അലർജി മീൻസ് ഒരു ചൊറിച്ചിലുണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് യൂസ് ചെയ്തില്ല. അപ്പോൾ അതിന് പകരം ഞാൻ ഇത് യൂസ് ചെയ്തിട്ടാണ് റിവ്യൂ ഇട്ടിട്ടുള്ളത്, ഒരാഴ്ച യൂസ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, എൻ്റെ നന്നായിട്ട് ക്ലിയർ ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്ത ഒരു പ്രോഡക്റ്റ് ആണിത്. ആ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും ഈ അലോവേര ജെൽ എത്ര ഇഷ്ടമായിട്ടുണ്ട്. കാരണം ഇത് എൻ്റെ ഏകദേശമുള്ള പ്രശ്നങ്ങൾ മാറ്റിത്തരുന്ന ഒരു അലോവേര ജെല്ലാണ്, ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പലപ്പോഴും സെറം റീപ്ലേസ് ചെയ്തിട്ട് വരെ ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. മീൻസ് ഒരു ലേസ്നെസ് കാണത്തില്ല സ്കിൻ കെയർ ചെയ്യാൻ. അപ്പം ഞാൻ ഇത് ധൈര്യമായിട്ട് യൂസ് ചെയ്യും. വേറെ സെറോ മോയ്സ്ചറൈസറോ ഒന്നും വേണ്ടാണ്ട് ഈ ഒറ്റ സാധനം യൂസ് ചെയ്തിട്ട് കിടന്നുറങ്ങും, നൈറ്റിൽ പ്രത്യേകിച്ച്. നെക്സ്റ്റ് പ്രോഡക്റ്റ് ഒരു ലുമി ക്രീമാണ്. എൻ്റെ കയ്യിലുണ്ടായ ആദ്യത്തെ ലുമി ക്രീം ഇതായിരുന്നു. ലാക്മേയുടെ ലുമി ക്രീം മോയ്സ്ചറൈസർ വിത്ത് ഹൈലൈറ്റർ ആണ്. ഇതിന്റെ പ്രൈസ് 299 രൂപയാണ് 30 ഗ്രാമിന്. അപ്പോൾ ഈ പ്രോഡക്റ്റ് ഇതിന്റെ പാക്കേജിങ് ഇപ്പോൾ ഒരു മാറ്റിയിട്ടുണ്ട്. അത്രയ്ക്ക് പഴക്കമുള്ള ഒരു പ്രൊഡക്റ്റാണിത്. ഞാനിത് ട്രൈ ചെയ്തിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഇത് ഒരു ഓയിലി സ്കിന്നുകാർക്ക് പ്രോഡക്റ്റ് അല്ല. കാരണം ഓയിലി സ്കിന്നുകാർക്ക് നോർമലി തന്നെ ഒരു ഹൈലൈറ്റിംഗ് എഫക്റ്റ് വരും കുറച്ച് കഴിയുമ്പോഴത്തേനും. അതുകൊണ്ട് ഓയിലി സ്കിന്നുകാർക്ക് ഇതൊരു സൂപ്പർ പ്രോഡക്റ്റ് എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. നോർമൽ ടു ഡ്രൈ സ്കിന്നിന് സൂപ്പറാണ്, കാരണം ഇത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഗ്ലോ തരും. ആ നാച്ചുറൽ ആയിട്ടുള്ള ഗ്ലോ ഓയിലി സ്കിന്നുകാർക്ക് നാച്ചുറൽ ആയിട്ട് കിട്ടും, അതുകൊണ്ട് അതിന്റെ ആവശ്യമില്ല. അപ്പോൾ ആ ഒരു നാച്ചുറൽ ഗ്ലോ വേണമെന്നുള്ളവർക്ക് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഓയിലി സ്കിന്നുകാർക്ക് എക്സ്ട്രാ ഗ്ലോ വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഇത് ട്രൈ ചെയ്യേണ്ട ആവശ്യമുള്ളൂ, അല്ലാണ്ട് ഓയിലി സ്കിന്നുകാർക്ക് ഇതൊരു യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് എന്ന് ഞാൻ പറയത്തില്ല. നെക്സ്റ്റ് നിവിയയുടെ ഒരു ഫേസ് വാഷ് ആണ്, ബോഡി വാഷ് എന്ന് പറയാമെന്നോ. നിവിയയുടെ മിൽക്ക് ഡിലൈറ്റ് ഫേസ് വാഷ്, ടർമറിക് ഉണ്ട്, ആക്നെ പ്രോൺ സ്കിന്നിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ളതാണ്. ക്ലെൻസസ് ആൻഡ് പ്യൂരിഫൈസ് എഴുതിയിട്ടുണ്ട്. 230 രൂപയാണ് 100 ml ഓഫ് ദി പ്രൊഡക്റ്റിന്. അപ്പോൾ ഇത് ഞാൻ ആദ്യം വാങ്ങിച്ച് ട്രൈ ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് കൺസിസ്റ്റൻസി കണ്ടിട്ട് മുഖക്കൊരു മാറ്റമൊന്നും തോന്നിയിട്ടേ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് റിവ്യൂ ഇടാൻ വേണ്ടി ട്രൈ ചെയ്യാത്തത്. കാരണം എനിക്കിത് ആദ്യം യൂസ് ചെയ്ത് കുറേ നാൾ ഭയങ്കര കൺഫ്യൂഷനാണ്. കൺഫ്യൂഷനൊക്കെ തീർന്നു വന്നപ്പോഴത്തേക്ക് പ്രൊഡക്റ്റ് തീർന്നു പോയി. കാരണം ഉണ്ടല്ലോ, ഈ പ്രൊഡക്റ്റ് നല്ലൊരു മിൽക്കി ക്രീമി ഒരു ചില സൺസ്ക്രീം നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ക്രീമി ടെക്സ്ചറിൽ വരത്തില്ലേ, അങ്ങനെ ഒരു ടെക്സ്ചർ ആയിരുന്നു. നമുക്കൊരു ഫേസ് വാഷ് കല്ലോട്ട് എടുക്കുന്ന പോലെ തോന്നത്തില്ല, ഒരു ക്രീം എടുക്കുന്ന പോലെ, ഒരു ലിക്വിഡി ക്രീം നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാൻ മോയ്സ്ചറൈസർ എടുക്കത്തില്ലേ, അതുപോലത്തെ ഒരു കൺസിസ്റ്റൻസി ആണ്. അപ്പോൾ ഇതിങ്ങനെ ക്ലെൻസ് ആകും, പിമ്പിൾസ് മാറ്റും എന്നൊക്കെ ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു എനിക്ക്. പക്ഷേ യൂസ് ചെയ്ത് ഒന്ന് തീരാനൊക്കെ ആയപ്പോൾ എനിക്കൊരു ആ ഒരു കാര്യത്തിൽ ഒരു ഐഡിയ കിട്ടി. ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഡ്രൈ ആക്കില്ല, ഒരു ക്ലെൻസ് ചെയ്ത എഫക്റ്റ് നമുക്ക് സ്വയം തോന്നത്തില്ല, പക്ഷെ ക്ലെൻസ് ആക്കും. മുഖക്കുരു പതുക്കെ മാറ്റും. ഒരു പെട്ടെന്നൊരു ക്വിക്ക് റിസൾട്ട് അല്ല, ഭയങ്കര സ്ലോ ആയിട്ട് മാറ്റുന്നുണ്ട്. മുഖക്കുരു വരുന്നതിൻ്റെ അളവൊക്കെ കുറയ്ക്കും, അഥവാ വന്നാലും ചെറുതായിട്ട് വരും, ഭയങ്കര കുഞ്ഞു ഇതായിട്ട് വരത്തുള്ളൂ. വലിയ കുരു വരുന്നത് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു യൂസ്ഫുൾ പ്രോഡക്റ്റ് ആണ്. പക്ഷെ ഇത് മുഖക്കുരു മാറ്റാൻ വേണ്ടി 100% നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് പറയത്തില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, മുഖക്കുരുവിൻ്റെ സൈസൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറേ കൺട്രോൾ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ പൂർണ്ണമായിട്ടൊന്നും മാറ്റി തരുന്ന ഒരു പ്രോഡക്റ്റ് അല്ല. നമുക്ക് ക്ലെൻസ് ചെയ്യുന്നൊരു ഫീൽ അധികം കിട്ടത്തില്ല. നമുക്ക് നല്ല ക്ലെൻസ് ആയി ഡീപ് ക്ലെൻസ് ആയിരുന്നൊരു ഫീലിംഗ് കിട്ടത്തില്ല. കാരണം ഇതിനൊരു ക്രീമി ടെക്സ്ചർ ആയതുകൊണ്ട് നമുക്ക് എന്തോ ഒരു ക്രീം വെച്ച് നമ്മൾ കഴുകി കളയുന്ന ഒരു ഫീലാണ് വരുന്നത്. ആ ഒരു ഭയങ്കര അല്ലെങ്കിൽ ഭയങ്കര ഒരു
ക്ലെൻസ് ആക്കി നമുക്ക് ആ ഒരു ഫീലിംഗ് ഇല്ല. അത് ക്ലെൻസ് ചെയ്തിട്ട് ഹൈഡ്രേറ്റിംഗ് പോലത്തെ എന്തോ ഒരു എഫക്റ്റ് അവിടെ നിന്നിട്ടാണ് അത് ക്ലെൻസ് ആക്കുന്നത്. പിന്നെ ആക്ഷൻ എന്ന് പറയുന്നത് ഒറ്റ സഡൻ അല്ല, പതുക്കെ പതുക്കെയാണ്. അത് ഇതിന്റെ മാത്രം ആക്ഷൻ കൊണ്ട് നമുക്കൊരു കംപ്ലീറ്റ്ലി മാറ്റി തരത്തുമില്ല. അപ്പൊ അതുകൊണ്ട് ഇതൊരു നമുക്കൊരു പ്രോഡക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം. അല്ലാണ്ട് ഇത് പൂർണ്ണമായിട്ട് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. പക്ഷെ എനിക്ക് പ്രോഡക്റ്റ് ഇഷ്ടമായി, കാരണം എനിക്ക് ഈ പ്രൈസിനല്ല കിട്ടിയത്, ഇതിന്റെ പകുതി പ്രൈസിനും കൂടെയാണ് കിട്ടിയത്. അതുകൊണ്ട് ആ പ്രൈസ് റേഞ്ച് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് സൂപ്പറാണ്. വളരെ ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു പാക്കേജിങ് കൂടെയാണ് ഈ ഒരു ഷേപ്പ്, റെയിൻ ഡ്രോപ്പിന്റെ ഷേപ്പ്. ഇതിന്റെ എംറ്റി ബോട്ടിൽസ് എന്റെ വീട് നിറയെ കാണും. ഇതിന്റെ പല ഭാവത്തിലും രൂപത്തിലും ഒക്കെ എനിക്ക് മോയ്സ്ചറൈസർ ഉണ്ട്. ഞാൻ കറന്റ് യൂസ് ചെയ്യുന്ന ഒരു വലിയ മോയ്സ്ചറൈസർ ഇരിപ്പുണ്ട് ഉണ്ടോ. ഇത് ഓയിലി സ്കിന്നുകാർക്ക് സൂപ്പർ ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ആണ്. എല്ലാ സ്കിന്നുകാർക്കും സൂപ്പറാണ്, പക്ഷെ ഓയിലി സ്കിന്നുകാർക്ക് മോയ്സ്ചറൈസർ കിട്ടാനൊരു ഇച്ചിരി പാടാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് മീൻസ് ലൈറ്റ് വെയിറ്റ് ആയിരിക്കണം, ഹൈഡ്രേറ്റ് ചെയ്യണം, അങ്ങനെ ഒരു അഫോർഡബിൾ റേഞ്ചിൽ ഒരു സൂപ്പർ മോയ്സ്ചറൈസർ ഓയിലി സ്കിന്നുകാർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. ഇത് എല്ലാ സ്കിൻ ടൈപ്പർക്കും ട്രൈ ചെയ്യാം. ഇത് എൻ്റെ മുത്താണ്. നെക്സ്റ്റ് പ്രോഡക്റ്റ് ഡെർമാക്കോയുടെ പീലിംഗ് സൊല്യൂഷൻ ആണ്. 15% AHA പ്ലസ് 1% BHA ബിഗിനർ പീലിംഗ് ഫേസ് സൊല്യൂഷൻ ആണ്. ഫോർ 10 minute വീക്ക്ലി എക്സ്ഫോളിയേഷൻ എഴുതിയിട്ടുണ്ട്. 5% ഗ്ലൈക്കോളിക് ആസിഡ്, 5% ലാക്റ്റിക് ആസിഡ്, 5% മാൻഡലിക് ആസിഡ്, 1% സാലിസിലിക് ആസിഡ്. അപ്പോൾ ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 499 രൂപയാണ് 30 ml. അപ്പോൾ ഇത് എനിക്ക് ഒരു വർഷത്തോളം ഇരുന്നാണ് സത്യം പറഞ്ഞാൽ. ഇത് അടുത്ത ബോട്ടിൽ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇതെനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരുപാട് ഇങ്ങനെ മറ്റേ സ്ക്രബൊക്കെ വെച്ച് എക്സ്ഫോളിയേറ്റ് ചെയ്യാണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്തരും. നമ്മുടെ പിഗ്മെന്റേഷനും ആക്നെ കുറയ്ക്കാൻ നമ്മുടെ ഒരു എക്സ്ഫോളിയേഷന്റെ എല്ലാ റിസൾട്ടും നമുക്ക് തരാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യുന്ന കൂടാണ്ട് നമുക്ക് ആക്നെ കുറയ്ക്കാനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പ്ലമിന്റെ ഒരു ഷവർ ജെല്ലാണ്. പ്ലം ബോഡി ലവിൻ ഷവർ ജെൽ ഫീലിംഗ് സോ റോസ് 240 ml 380 രൂപയാണ്. ഈ പ്രോഡക്റ്റ് സൂപ്പറേ അല്ല. ഈ പ്രോഡക്റ്റിന്റെ സ്മെല്ല് റോസാപ്പൂവിന്റെ സ്മെല്ലായിരിക്കും ഞാൻ വിചാരിച്ചു, പക്ഷെ അല്ല. അതിന്റെ തെറ്റിദ്ധാരണയായിരുന്നു, കാരണം അതിന്റെ പുറത്തങ്ങനെ റോസാപ്പൂവിന്റെ പടമൊന്നും കൊടുത്തിട്ടില്ല. അത് വേറൊരു കാര്യം. അതൊന്ന്. പിന്നെ ഇതിന്റെ സ്മെല്ല് എനിക്ക് അത്ര പ്ലസന്റ് ആയിട്ട് തോന്നിയിട്ടില്ല. ഒരു ഫ്ലവറി സ്മെല്ലൊക്കെ തന്നെയാണ്, പക്ഷെ എനിക്ക് പ്ലസന്റ് ആയി ഫീൽ ചെയ്തില്ല. പിന്നെ ഇത് അതിൻ്റെ അകത്ത് ഒരു ഷിമ്മേഴ്സ് ആയിരുന്നു നമുക്കിങ്ങനെ ഷവർ ജെല്ല് കാണുമ്പോഴത്തേക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തോ ഒരു എഫക്റ്റ് നമുക്ക് സ്കിന്നിൽ എസ്പെഷ്യലി തരുമെന്ന്. അങ്ങനെയൊന്നും എനിക്ക് തോന്നിയില്ല. നന്നായിട്ട് ക്ലെൻസ് ചെയ്യും എന്നതിനപ്പുറം വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പിന്നെ ഇതിൻ്റെ പമ്പ് കുറേ നാൾ കഴിഞ്ഞാൽ എപ്പോഴും വർക്ക് ചെയ്യുന്നില്ലേ, എൻ്റെ പേര് വർക്ക് ചെയ്യത്തില്ല. പിന്നെ ഞാൻ ഇതിങ്ങനെ തുറന്നിട്ട് ഒഴിച്ചെടുത്താണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് ഇതിൻ്റെ മാത്രമല്ല, പ്ലമ്മിൻ്റെ വേറൊരു ഷാമ്പു എനിക്കിങ്ങനെ പറ്റിയിട്ടുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു പ്ലമ്മിൻ്റെ ഈ സാധനമില്ലേ, ഈ പമ്പ് വരുന്ന പ്രോഡക്റ്റ് പാക്കേജിങ് അത് ഇത്തിരി പുവർ ക്വാളിറ്റി ആണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഇത് പ്ലമ്മിന് 2 പ്രോഡക്റ്റിന് എനിക്ക് ഈ സെയിം എഫക്റ്റ് ഉണ്ടായി. ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും ലാസ്റ്റ് നമ്മുടെ ഒരു മിഡിലൊക്കെ ആകുമ്പോഴത്തേക്കും പമ്പ് ഒന്ന് റെസ്റ്റ് എടുക്കാൻ തുടങ്ങും. അപ്പോൾ നമുക്കത് യൂസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറും. അതുകൊണ്ട് ഈ പ്രോഡക്റ്റ് എനിക്ക് സൂപ്പർ ഒന്നും പറയാനില്ല. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ലാത്ത, നല്ലതും പറയാനില്ല, മോശം പറയാനുണ്ട്, നല്ലത് പറയാനില്ലാത്തൊരു പ്രൊഡക്റ്റാണ്. ഇതിന്റെ സ്മെല്ല് ഇച്ചിരി ലാസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ എനിക്ക് ആ സ്മെല്ല് അത്ര പ്ലസന്റ് ആയിട്ട് ഫീൽ ചെയ്തില്ല. അതാണ് പ്രശ്നം. നെക്സ്റ്റ് മൈഗ്ലാമിന്റെ ട്വിസ്റ്റഡ് ഓൾനൈസിംഗ് ആൻഡ് കേളി മസ്കാരയാണ്. ഇത് 645 രൂപയാണ്. ഈ പ്രോഡക്റ്റ് ആദ്യം യൂസ് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് എന്ത് ദുരന്തമെന്ന് തോന്നി. കാരണം ഭയങ്കര ലിക്വിഡി ആയിരുന്നു, നമുക്ക് ഒരു എഫക്റ്റ് ഉള്ളതായിട്ട് തോന്നിയില്ല. എനിക്കെന്തോ ഇത് അത്ര ഇഷ്ടമായി. പക്ഷേ ഇത് കുറച്ച് ദിവസം ഇരുന്ന് വന്നപ്പോഴത്തേക്കും നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ലാഷ് ഒന്ന് വോളിനസ് ആക്കി ഒന്ന് ലെങ്തനാക്കി തരുന്നതായിട്ട് എനിക്ക് മനസ്സിലായി തുടങ്ങി. പക്ഷെ ഇത് ഒന്ന് അല്പം ഡ്രൈ ആകാൻ വിടണം. നമ്മൾ ആദ്യമേ യൂസ് ചെയ്തിട്ട് ഇത് കൊള്ളില്ല എന്ന് പറയാനേ പറ്റത്തുള്ളൂ, കാരണം വലിയ എഫക്റ്റ് ഒന്നും ഉണ്ടായില്ല. പക്ഷെ ഇത് ഒരു പൊടിക്ക് ഡ്രൈ ആയിട്ട് വന്ന ശേഷം ഇത് നല്ലൊരു പ്രൊഡക്റ്റാണ്. പിന്നെ നമ്മൾ 645 കൊടുത്ത് വാങ്ങിക്കാനുള്ള ഒന്നുമില്ല. നമുക്കിത് മൈഗ്ലാമിൽ പലപ്പോഴും 200-300 രൂപയ്ക്കൊക്കെ കിട്ടലുണ്ട്. അപ്പോൾ ആ പ്രൈസ് റേഞ്ചിന് ഇത് സൂപ്പറാണ്. 645 ഇത് സൂപ്പറല്ല. മീൻസ് 645 കൊടുക്കാണ്ട് അല്ല, നമുക്ക് 500-നകത്തൊക്കെ വേറെ നല്ല മസ്കാരകൾ അവൈലബിൾ ആണ്. അങ്ങനെ വെച്ച് നോക്കിയാൽ ഇത് സൂപ്പർ അല്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, മൈഗ്ലാമിൻ്റെ അകത്ത് നമുക്ക് ഓഫേഴ്സിന് കിട്ടുമ്പോഴത്തേക്ക് ഇത് ആ ഒരു രീതിക്ക് എനിക്ക് സൂപ്പറാണ്. കാരണം എനിക്ക് 199 അങ്ങനെ എന്താണ് ആ പ്രൈസിനാണ് കിട്ടിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ അന്ന് കുറേ പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മൈഗ്ലാമിൽ നിന്ന്. എനിക്ക് ഒത്തിരി പ്രോഡക്റ്റ് ഇങ്ങനെ നല്ല ലാഭത്തിന് കിട്ടി. അതിൽ പലതും നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ആ പ്രൈസ് റേഞ്ച്, എനിക്ക് കിട്ടിയ പ്രൈസ് റേഞ്ചൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ആ പ്രോഡക്റ്റിലൊക്കെ നല്ല വർത്തായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വില കുറച്ച് കിട്ടുവാണെങ്കിൽ ട്രൈ ചെയ്യാം. നെക്സ്റ്റ് പോൺസിന്റെ ഈ മോയ്സ്ചറൈസർ എനിക്ക് വലിയ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഒന്നും അല്ല ആക്ച്വലി. പക്ഷേ ഇത് ഭയങ്കര ഡ്രൈ ആക്കുന്ന ടൈമിൽ, ഭയങ്കര തണുപ്പ് കാലമൊക്കെ വരുമ്പോഴത്തേക്ക് എനിക്കത് യൂസ്ഫുൾ ആകലുണ്ട്. എസ്പെഷ്യലി എൻ്റെ ഈ ഭാഗത്തൊരു ഡ്രൈനെസ് വരും. ഇത് പ്രത്യേകിച്ച് ഈ ഭാഗത്ത് ഇങ്ങനെ ഒരു ഡ്രൈനെസ് വരും. അപ്പോൾ ഞാൻ ബാക്കി ഭാഗത്ത് എൻ്റെ നോർമലി ഓയിലി സ്കിന്നുള്ള പ്രോഡക്റ്റ് ഇട്ടിട്ട് ഞാൻ ഈ ഭാഗം ഇത്രയും ഇതുപോലത്തുള്ള മോയ്സ്ചറൈസർ മീൻസ് ഡ്രൈ സ്കിന്നുള്ള മോയ്സ്ചറൈസർ ട്രൈ ചെയ്യാറുണ്ട്. ഇത് ഭയങ്കര പ്യൂറായിട്ട് ഡ്രൈ സ്കിൻ എന്ന് പറയാൻ പറ്റില്ല. നോർമൽ സ്കിന്നാണ് ഏറ്റവും സ്യൂട്ട് ആകുന്നത്. നോർമൽ കോമ്പിനേഷൻ
ഭയങ്കര എക്സ്ട്രീംലി ഡ്രൈ സ്കിന്നും സൂപ്പർ ആവത്തില്ല. ഡ്രൈ സ്കിന്നിന് യൂസ് ചെയ്യാം, പക്ഷേ എക്സ്ട്രീംലി ഭയങ്കര ഫ്ലാക്കി ആയിട്ടുള്ള സ്കിൻ ഇത് യൂസ്ഫുൾ ആവത്തില്ല. അതിന് വേറൊന്നും എൻ്റെ കയ്യിൽ ഉണ്ടായിരിക്കും, ഞാൻ കാണിച്ചു തരാം. ഇത് പോൺസിന്റെ ലൈറ്റ് മോയ്സ്ചറൈസർ ആണ്. നോൺ ഓയിലി ഫ്രഷ് ഫീൽ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഫോർ സോഫ്റ്റ് ഗ്ലോയിങ് സ്കിൻ എന്ന് എഴുതിയിട്ടുണ്ട്. ഗ്ലോവിങ് സ്കിൻ, ഒരു ഹൈഡ്രേറ്റിംഗ് എഫക്റ്റ് ഉണ്ട്, അതുകൊണ്ട് ഒരു ചെറിയൊരു ഗ്ലോ നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു ഓവറായിട്ടൊരു ഗ്ലോ നമുക്ക് കിട്ടുമെന്ന് വിചാരിക്കേണ്ട. വിറ്റാമിൻ ഇ ആൻഡ് ഗ്ലിസറിൻ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിന്റെ പ്രൈസ് 45 രൂപയാണ്. ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് ഇതൊക്കെ. നെക്സ്റ്റ് പ്രോഡക്റ്റ് ഒരു സൺസ്ക്രീൻ ആണ്. ഈ സൺസ്ക്രീൻ കാണിച്ചിട്ട് കുറച്ച് നാളായിട്ടുണ്ടാവും തോന്നുന്നു. ഞാനിപ്പോൾ കഴിഞ്ഞ് എം ടി ആയിട്ട് ഇത് ഇവിടെ തന്നെ കിടപ്പുണ്ടായിരുന്നു. ഞാൻ വേറെ കുറേയൊക്കെ ട്രൈ ചെയ്തതിൻ്റെ ഇടയിൽ ഇത് എടുത്ത് മാറ്റാൻ വിട്ടുപോയി അങ്ങനെ കിടന്നത്. അപ്പോൾ ടൊഡൻകിയുടെ വിറ്റാമിൻ C+E സൂപ്പർ ബ്രൈറ്റ് സൺസ്ക്രീൻ SPF 50 ഉണ്ട്, PA+++ ഉണ്ട്, UVA UV പ്രൊട്ടക്ഷൻ ഉണ്ട്, ബ്ലൂ ലൈറ്റ് പ്രൊട്ടക്ഷനും ഉണ്ട്, ഫ്രാഗ്രൻസ് ഫ്രീ ആണ്. അപ്പോൾ ഇതിന്റെ പ്രൈസ് 495 രൂപയാണ്. എനിക്ക് കൊളാബറേഷൻ ചെയ്യണം കേട്ടോ ഇത്. അപ്പോൾ 50 ഗ്രാം പ്രൊഡക്റ്റ് ആണ്. എനിക്ക് പ്രൊഡക്റ്റ് നല്ല ഇഷ്ടം. നല്ലൊരു കൺസിസ്റ്റൻസിയാണ്, നല്ല ലൈറ്റ് വെയിറ്റ് ആണ്, നമുക്ക് അപ്ലൈ ചെയ്യാൻ ഈസിയാണ്, പ്രൊട്ടക്ഷൻ ഒക്കെ തരുന്നുണ്ട്. അപ്പോൾ ഈ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ 100% പ്രൊട്ടക്ഷൻ തന്നെ ഞാൻ പറയത്തില്ല. പ്രൊട്ടക്ഷൻ ആവശ്യത്തിനുണ്ട്, ഒരു 70-80% പ്രൊട്ടക്ഷൻ നമുക്ക് തരുന്നുണ്ട്. ഫ്രാഗ്രൻസ് ഫ്രീ എന്ന് പറയുമ്പോഴത്തേക്കും കംപ്ലീറ്റ്ലി ഒരു ഫ്രാഗ്രൻസ് ഇല്ലെന്നല്ല, ഒരു കുഞ്ഞു ഫ്രാഗ്രൻസിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു കേട്ടോ. ഈ പ്രൊഡക്റ്റ് നല്ല ഇഷ്ടമായി. പക്ഷെ ഞാനിപ്പോൾ സ്റ്റിക്ക് സൺസ്ക്രീനിലോട്ട് ട്രാൻസ്ഫർ ആയതുകൊണ്ടാണ് ഞാൻ അതിന് വാങ്ങിക്കുന്നത്, മീൻസ് വീണ്ടും വാങ്ങിക്കുന്നത്. അല്ലാണ്ട് എനിക്ക് പ്രൊഡക്റ്റ് ഇഷ്ടമായി. നെക്സ്റ്റ് പ്രൊഡക്റ്റ് ലൈറ്റിന്റെ നെയിൽ ഇനാമൽ റിമൂവർ ആണ്, വിത്ത് ഗ്ലിസറിൻ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ പ്രൈസ് വളരെ കുറവായിരുന്നു, വളരെ കുറവാണ്. 55 രൂപയേ ഉള്ളൂ. എത്ര ml ഉണ്ടായിരുന്നു? 30 ml ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രോഡക്റ്റ് എനിക്ക് യൂസ് ചെയ്തിട്ട് ഇഷ്ടമായി. കാരണം ചിലത് നമുക്ക് നെയിൽ മഞ്ഞ കളർ ആക്കലുണ്ട്, അങ്ങനെ ഒരു ബ്രഷിൽ നന്നായിട്ട് റിമൂവ് ആക്കി തരുന്നുണ്ട്. നോർമൽ ഒരു ഭയങ്കര എക്സ്ട്രാ ഓർഡർ എന്ന് പറയാനുമില്ല, കൊള്ളത്തില്ല എന്ന് പറയാനില്ല. ഒരു നോർമലി നമുക്ക് അവൈലബിൾ ആകുന്ന ഷോപ്പിൽ ഈ ഒരു വിലയ്ക്ക് അവൈലബിൾ ആകും നല്ലൊരു നെയിൽ പോളിഷ് റിമൂവറാണ്. നെക്സ്റ്റ് പ്രോഡക്റ്റ് എനിക്ക് ഓയിലി സ്കിന്നിന് സൂപ്പർ എന്ന് പറയാൻ പറ്റിയ പ്രോഡക്റ്റ് ഇല്ല, പക്ഷെ എനിക്ക് നല്ല ഇഷ്ടമായി. റെനയുടെ ഈ സൺസ്ക്രീൻ ഇടുന്ന വന്നത് ഫൗണ്ടേഷൻ സ്റ്റിക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡ് ചായറ്റിയാണ്. ഈ പ്രോഡക്റ്റ് എനിക്ക് നല്ല ഇഷ്ടമായി. കാരണം എൻ്റെ ഏകദേശം ഷെയ്ഡ് റേഞ്ചിൽ വരുന്നുണ്ട്, ഭയങ്കര ടാൻ ഇല്ലാത്തപ്പോഴത്തേക്കും. ഫൗണ്ടേഷൻ ലോങ് ലാസ്റ്റിംഗ് ആയിരുന്നെങ്കിൽ സൂപ്പർ ആയിരുന്നേനെ. ബാക്കി ഇതിൻ്റെ പെർഫോമൻസ് എനിക്ക് നല്ല ഇഷ്ടമാണ്. പക്ഷേ ഫുൾ കവറേജ് അല്ല, ലൈറ്റ് ടു മീഡിയം കവറേജ് എന്നൊക്കെ പറയാം. മീഡിയം കവറേജ് ആണ്, പക്ഷെ ഒരു സ്കിൻ ലൈക്ക് ഫിനിഷ് തരുന്നത്. ആ ഒരു ഫിനിഷ് എനിക്ക് ഇതാണിത്, എനിക്ക് നല്ല ഇഷ്ടമാണ്. എനിക്കിത് ഒരു ലോങ് ലാസ്റ്റിംഗിൽ ഈ ഫോമിൽ ഒരു ഫൗണ്ടേഷൻ കിട്ടിയെങ്കിൽ ഞാൻ അത് ട്രൈ ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് അത്ര ഇഷ്ടമായിട്ടുണ്ട്. റിവ്യൂ ഒറ്റ ഇതിൽ പറഞ്ഞാൽ നമുക്ക് സ്കിൻ ലൈക്ക് ഫിനിഷ് തരും, നമുക്ക് ഹെവി ആയിട്ട് ഫീൽ ചെയ്തില്ല, കേക്കി ആക്കത്തില്ല, ഹൈഡ്രേറ്റിംഗ് ആണ്, നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ ഈസിയാണ്, അങ്ങനെ എല്ലാം കൊണ്ടും. പിന്നെ ഷെയ്ഡ് റേഞ്ച് എനിക്ക് അറിയത്തില്ല, പിന്നെ എൻ്റെ ഷെയ്ഡും കൂടെ കിട്ടിയത് കൊണ്ടാണ് എനിക്കിത് ഇഷ്ടമായത്. സൈഡിൽ ബ്രഷ് ഉണ്ട്, അപ്പോൾ നമുക്ക് ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ബ്രഷ് സൂപ്പർ അല്ല എങ്കിലും ഓക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. സൂപ്പർ പ്രോഡക്റ്റ് ആണ്, ഒരു ലക്ഷറി ഫീൽ ഒക്കെ തരുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. ഗ്ലാം യൂത്ത്ഫുൾ ഹൈഡ്രേറ്റിംഗ് ക്ലെൻസിംഗ് മാസ്ക് വിത്ത് വാട്ടർ ബാങ്ക് ടെക്നോളജി, മോയ്സ്ചർ ബൂസ്റ്റിംഗ് മറൈൻ മിനറൽസ് ഒക്കെ ഉണ്ട്. ഇതിന്റെ പ്രൈസ് 1095 രൂപയാണ്. ആ പ്രൈസിനൊന്നും അല്ല ഞാൻ വാങ്ങിച്ചത്, 200-300 എനിക്കിത് കിട്ടിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞില്ലേ അന്ന് കുറേ പ്രോഡക്റ്റ് വാങ്ങിച്ചു, ആ ഒരു ടൈമിൽ വാങ്ങിച്ചത്. അപ്പോൾ ഇത് സൂപ്പറാണ്. പക്ഷെ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് റിസൾട്ട് ഒന്നും കിട്ടത്തില്ല. നമ്മൾ കുറേ നാളിങ്ങനെ പതുക്കെ എന്നൊന്നും യൂസ് ചെയ്യൂടെ കേട്ടോ. ആഴ്ചയിൽ 2 ദിവസം അങ്ങനെ എന്താ യൂസ് ചെയ്യാം, ആഴ്ചയിൽ 2-3 ദിവസം. അപ്പോൾ നമ്മൾ അങ്ങനെ പതുക്കെ യൂസ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഇതിൻ്റെ പുറത്തുള്ള പേപ്പർ ബോക്സ് ഇല്ല, അതിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു അങ്ങനെ യൂസ് ചെയ്യണമെന്നൊക്കെ. അപ്പം അങ്ങനെ ആ രീതിയിൽ നമ്മൾ യൂസ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് കുറേ നാൾ, ഒരു 2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് നമുക്ക് റിസൾട്ട് അറിയാൻ പറ്റും. നമ്മുടെ സ്കിൻ കോംപ്ലക്ഷനും ചേഞ്ച് ആവും, പിഗ്മെന്റേഷൻ കുറയും, ഒന്ന് യൂത്തായി വരുന്നത്, യങ്ങായി വരുന്നത് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഇത് ഒറ്റ പ്രോഡക്റ്റ് ഇല്ല, ഇതിൻ്റെ തന്നെ മോയ്സ്ചറൈസർ, ക്ലെൻസിങ്, മറ്റേ ഫേസ് വാഷ്, അങ്ങനെ പലതും ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം, കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഒറ്റ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടാണ് എനിക്ക് പതുക്കെ റിസൾട്ട് കിട്ടിയത്. ഇതിൻ്റെ ഫുൾ വേർഷൻസ് അതൊക്കെ യൂസ് ചെയ്താൽ നമുക്ക് റിസൾട്ട് കിട്ടും നന്നായിട്ട് കുറച്ചുകൂടെ. ഇത് ഒറ്റ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടും. എനിക്ക് നല്ല ഇഷ്ടമായിട്ടുള്ള പ്രോഡക്റ്റാണ്. എനിക്ക് പ്രോഡക്റ്റ് നല്ല ഇഷ്ടമായി. അപ്പം നമ്മൾ ഇതിൻ്റെ ഫേസ് വാഷ്, മോയ്സ്ചറൈസർ, ടോണർ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും യൂസ് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടെ റിസൾട്ട് കുറച്ചുകൂടെ വേഗത്തിൽ കിട്ടും. നല്ലൊരു സ്കിൻ കെയർ പ്രോഡക്റ്റ് ആണ് ഇത് കേട്ടോ, സൂപ്പറാണ്. നെക്സ്റ്റ് ഒരു ഷാമ്പു ആണ്. ഈ ഷാമ്പുവിനെ പറ്റി പറയുകയാണെങ്കിൽ സൺസിൽക്കിൻ്റെ ഒനിയൻ ആൻഡ് ജുജോബ ഓയിൽ ഹെയർ സ്ട്രോങ് ആൻഡ് ലോങ് ഹെയർ ഷാമ്പു ആണ്. അപ്പോൾ ഈ ഷാമ്പു പ്രത്യേകിച്ചൊന്നും പറയാനില്ല, മുടി ഡ്രൈ ആക്കുന്നുണ്ട്, ഹെയർ ലോങ് ആക്കുന്നില്ല, സ്ട്രോങ് ആക്കുന്നില്ല, ഹെയർ ഫോൾ തടഞ്ഞിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. ഒരു നോർമൽ ക്ലെൻസിങ് ഷാമ്പു, അത്രേ ഉള്ളൂ. കൂടുതൽ ഡെക്കറേഷൻ ഒന്നും ആവശ്യമില്ല ഇതിന്. ഇതിൻ്റെ പ്രൈസ് എന്ന് വെച്ചാൽ 170 ആണ്. എത്ര ml? 195 ml.
ഈ ഒത്തിരി പേര് റിവ്യൂ ചെയ്തിട്ടുള്ള നല്ലതെന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഞാനും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. എനിക്ക് പക്ഷേ ഇത് ഭയങ്കര ട്രാൻസ്ഫർ പ്രൂഫ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഒന്നും തോന്നിയിട്ടില്ല. പക്ഷേ നന്നായിട്ട് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് മേക്കപ്പിന്. എന്നാലിത് ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി അല്ല ഈ ഒരു പ്രൈസ് റേഞ്ചിന്. ഇതിന് 220 രൂപയാണ് കേട്ടോ ഈ കുഞ്ഞി പിക്രിക്ക്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിന് ഇത് സൂപ്പറാണ്. പക്ഷേ നമ്മൾ വേറെ പ്രോഡക്റ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് സൂപ്പർ അല്ല. നമ്മുടെ പ്രോഡക്റ്റ് കുറച്ച് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ട്രാൻസ്ഫർ പ്രൂഫ് ആണെന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി ട്രാൻസ്ഫർ പ്രൂഫ് അല്ല, കുറച്ചൊക്കെ നമുക്ക് ട്രാൻസ്ഫർ ആകും. എന്നാലും ഒരു നന്നായിട്ട് വർക്ക് ചെയ്യുന്നൊരു പ്രോഡക്റ്റ് ആണ് കേട്ടോ. നമുക്ക് അഫോർഡബിൾ റേഞ്ചിൽ വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ഇത് കൂടുതലുണ്ട് എന്നുണ്ടെങ്കിൽ വേറെ നല്ല പ്രൊഡക്റ്റുകളുണ്ട്. നെക്സ്റ്റ് പ്രോഡക്റ്റ് സ്പീഡ് കൺസിലർ ആണ്. ഇത് ഭയങ്കര ഫേമസ് കൺസിലർ ആണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ ഓയിലി സ്കിൻ എന്ന രീതിയിൽ എനിക്കിത് ഭയങ്കര ഫേവറേറ്റ് അല്ല. പക്ഷെ ഇതിന്റെ കവറേജും ആ ഒരു ടെക്സ്ചറും ബ്ലെൻഡ് ചെയ്യാനുള്ള ഈസിയും എല്ലാം എനിക്ക് ഇഷ്ടമാണ്. പ്രൈസും ഇഷ്ടമാണ്. പക്ഷേ ഇത് ഓയിലി സ്കിൻ എന്ന രീതിയിൽ നല്ല ലോങ് ലാസ്റ്റിംഗ് അല്ല. എനിക്ക് ഇത് പെട്ടെന്ന് ഇങ്ങനെ പോകുന്നുണ്ട്. മീൻസ് ഒരു ലാസ്റ്റിംഗ് പവറിൽ ഹോൾഡ് ചെയ്തിരിക്കാനുള്ള കപ്പാസിറ്റി ഇതിന് കുറവാണ്. പക്ഷേ ഒരു ഡ്രൈ ടു നോർമൽ സ്കിന്നിന് സൂപ്പർ പ്രോഡക്റ്റ് ആണ് കേട്ടോ. ഞാനിത് യൂസ് ചെയ്യലുണ്ട്, എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ ഇതെനിക്ക് ഞാനൊരു ലോങ് വെയർ എന്ന രീതിയിലൊന്നും പ്രിഫർ ചെയ്യത്തില്ല. ഒരു കുറച്ച് നേരത്തേക്കുള്ള ഒരു മേക്കപ്പ് എന്ന രീതിയിൽ മാത്രമേ പ്രിഫർ ചെയ്യത്തുള്ളൂ. ലോങ് വെയറിന് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന വേറെ പ്രൊഡക്റ്റാണ് ഇത്. ഇൻസൈറ്റിന്റെ കൺസിലറാണ്, HD കൺസിലർ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഏകദേശം ഷെയ്ഡിന് എനിക്ക് കിട്ടിയിട്ടുണ്ട് ആ സാധനം. അതുപോലെ തന്നെ ലോങ് ലാസ്റ്റിംഗ് ആണ് ആ ഒരു പ്രൈസ് റേഞ്ചിന്. അതുകൊണ്ട് ഇത് നല്ലതാണ് കേട്ടോ. നല്ല മോശമൊന്നല്ല, നല്ലതാണ്. പക്ഷെ ഒരു എക്സ്ട്രീംലി ഓയിലി സ്കിൻ എന്ന രീതിയിൽ എനിക്കിത് ഭയങ്കര യൂസ്ഫുൾ ലോങ് ലാസ്റ്റിംഗ് മേക്കപ്പിന് പറ്റിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് അല്ല. യൂസ്ഫുൾ മീൻസ് യൂസ്ഫുൾ ആണ്, ചെറിയ കുഞ്ഞ് ഇപ്പം നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി കുറച്ച് നേരത്തേക്ക് ഷൂട്ട് ചെയ്യത്തില്ല, അതിനൊക്കെ എനിക്ക് യൂസ്ഫുൾ ആണ്. അല്ലാണ്ട് ഒരു ലോങ് ലാസ്റ്റ് ഞാൻ പുറത്ത് പോകുമ്പോഴത്തേക്ക് ട്രൈ ചെയ്യത്തേ ഇല്ല. എനിക്ക് അത്രയ്ക്ക് വർക്ക് ആവത്തില്ല, ലാസ്റ്റ് ചെയ്യത്തില്ല. സൺസ്ക്രീൻ സ്റ്റിക്കിന്റെ മായിക ലോകത്തേക്ക് എന്നെ മാടി വിളിച്ചൊരു പ്രൊഡക്റ്റാണിത്. ഇത് സോട്രൂ SPF 50 PA4+ ഉണ്ട്. ഡെയിലി സ്റ്റിക്കാണ്. നോ വൈറ്റ് കാസ്റ്റ്, ഫ്രാഗ്രൻസ് ഫ്രീ, ഹൈബ്രിഡ് സൺസ്ക്രീൻ ഫിൽറ്റേഴ്സ് ഫോർ ഓൾ സ്കിൻ ടൈപ്സ്, നാച്ചുറൽ ഫിനിഷ് എന്ന് എഴുതിയിട്ടുണ്ട്. 15 ഗ്രാമാണ് പ്രോഡക്റ്റ്. ഇതിന്റെ പ്രൈസ് ഇതിൽ കാണുന്നില്ല. പ്രൈസ് ഔട്ടർ ബോക്സിൽ നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഔട്ടർ ബോക്സ് ഒക്കെ എങ്ങോട്ടോ പോയി. അപ്പോൾ ഇത് എൻ്റെ ആദ്യത്തെ സൺസ്ക്രീൻ സ്റ്റിക്കാണ്. തീർന്നു, ഇതിൽ ഒന്നുമില്ല, അടച്ചു വെക്കുന്നതാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ പ്രോഡക്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ സൂപ്പർ 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 സൺസ്ക്രീൻ സ്റ്റിക്കാണ് ഈ പ്രൈസ് റേഞ്ചിന്. വേറെ കൂടിയ പ്രൈസ് റേഞ്ചിന് വേറെ നല്ലത് കിട്ടുമായിരിക്കും. കവറേജും അല്ല പ്രൊട്ടക്ഷനൊക്കെ കൂടുതൽ കിട്ടുമായിരിക്കും. പക്ഷേ ഈ പ്രൈസ് റേഞ്ചിന് 500-ക്കകത്ത് വരുന്നൊരു പ്രൈസാണ്. ഇതൊരു മോയ്സ്ചറൈസിങ് പവറുണ്ട്, സൺ പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്, നമുക്ക് ഓയിലി ആക്കുന്നില്ല, നല്ല കംഫർട്ടബിൾ ആണ്. റീ അപ്ലൈ ചെയ്ത് നോക്കിയിട്ടില്ല, പക്ഷേ എനിക്ക് അപ്ലൈ ചെയ്യാനും ടെക്സ്ചർ ആയാലും കൺസിസ്റ്റൻസിയും കാര്യങ്ങളും ആ ഒരു ലാസ്റ്റിംഗ് പവർ ആയാലും നമുക്ക് തരുന്ന പ്രൊട്ടക്ഷൻ ആയാലും കാര്യങ്ങളെല്ലാം എനിക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിന് ഇഷ്ടമായി. കാരണം സൺസ്ക്രീൻ സ്റ്റിക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. നമ്മൾ കയ്യിലൊക്കെ ഇങ്ങനെ ആക്കി ഇങ്ങനെയൊക്കെ ഇരുന്ന് മസാജ് ചെയ്തിരിക്കുന്ന ആ ഒരു ടൈമൊക്കെ നമുക്ക് കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റിക്ക് യൂസ്ഫുൾ ആണ്. അപ്പോൾ ആ ഒരു ഇതിൽ എനിക്ക് സ്റ്റിക്ക് ടൈപ്പ് സൺസ്ക്രീനോട് ഒരു സ്നേഹം കൂടുതലുണ്ട്. അതുകൊണ്ടല്ല കേട്ടോ, എനിക്കിതിൻ്റെ പെർഫോമൻസ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ സൺസ്ക്രീൻ സ്റ്റിക്ക് എനിക്ക് ഇഷ്ടമാണ് തുടങ്ങിയത്. ഇതിൻ്റെ പെർഫോമൻസ് മോശമായെങ്കിൽ ഞാൻ വേറെ സൺസ്ക്രീൻ സ്റ്റിക്ക് വാങ്ങിക്കാൻ വേണ്ടി മടിക്കുമായിരുന്നു. പക്ഷേ ഇതിൻ്റെ പെർഫോമൻസ് ഒരു ബിഗിനറിൻ്റെ സുഖമായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. സൺസ്ക്രീൻ സ്റ്റിക്ക് യൂസ് ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ തുടങ്ങാം. കാരണം ഇതിൻ്റെ ഒരു പ്രൈസ് കമ്പാരിറ്റീവ്ലി കുറവാണ്, പെർഫോമൻസും നല്ലതാണ്. നമ്മൾ ഇത് യൂസ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു മെയിൻ കാര്യങ്ങൾ മനസ്സിലായിട്ട് നമുക്ക് വേറെ കൂടുതൽ വിലയുള്ളവരോടൊക്കെ നമുക്ക് പോകാം. ഇത് തന്നെ വാങ്ങിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതിനകത്ത് ക്വാണ്ടിറ്റി വളരെ കുറവാണ്, മനസ്സിലായില്ലേ? പ്രൈസ് കുറവാണ്, ക്വാണ്ടിറ്റി കുറവാണ്. ഇതിൻ്റെ ഫിറ്റ് മീ ഫൗണ്ടേഷനാണ് ഇത്. ബോട്ടിൽ ട്യൂബ് അങ്ങനെ 2 ട്യൂബ് ഒക്കെ ആയിട്ട് എനിക്ക് പല രീതിയിൽ ഇരിപ്പുണ്ട്. 228, 220 അങ്ങനെ 2 ഷെയ്ഡ് മാറി വാങ്ങിക്കും. 228 ഭയങ്കര ടാനുള്ളപ്പോൾ 220 ഒരു ചെറിയ ടാനൊക്കെ ഉള്ളപ്പോഴത്തേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ട്യൂബിൻ്റെ പ്രൈസ് 299 ആണോ അങ്ങനെ എന്തോ ആയിരുന്നു തോന്നുന്നു. 299 ആണ്. അപ്പോൾ ഇത് എല്ലാവർക്കും അറിയില്ല, നല്ലൊരു ഫൗണ്ടേഷനാണ്. ഈ ഒരു പ്രൈസ് ഈ ട്യൂബ് വാങ്ങിച്ചാൽ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴും മേക്കപ്പ് ഇടുന്ന ഒരാളാണ്, നല്ലൊരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. സുഖമായിട്ട് വാങ്ങിക്കാം. കാരണം ഇതിൻ്റെ അടുത്ത് ക്വാണ്ടിറ്റി കുറവാണ്, നമുക്ക് ഒരുപാട് വേസ്റ്റ് ആയി പോകുന്നില്ല, പ്രൈസും കുറവാണ്. അതുകൊണ്ട് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള അഫോർഡബിൾ ഫൗണ്ടേഷൻ വേണം. വല്ലപ്പോഴും മേക്കപ്പ് ഇടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇത് സുഖമായിട്ട് വാങ്ങിക്കാം. നല്ലൊരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള മേക്കപ്പ് ഫൗണ്ടേഷനാണ്. മീഡിയം ടു ബിൽഡബിൾ കവറേജ് ആണ്. ഷെയ്ഡ് റേഞ്ച് ഒരുപാടുണ്ട്. പക്ഷേ ട്യൂബ് വെർഷൻ ഷെയ്ഡ് റേഞ്ച് ഒരുപാടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, കുറവാന്ന് തോന്നുന്നു. പക്ഷെ നമ്മൾ മറ്റു ബോട്ടിലായാലും ചില സമയത്ത് 300 രൂപ നമുക്ക് ഓഫറിന് അവൈലബിൾ ആവലുണ്ട് പ്രോഡക്റ്റ്. അപ്പോൾ ഇത് ലോങ് ലാസ്റ്റിംഗ് ആണ്, മാറ്റ് ഫിനിഷ് ആണ്, ഭയങ്കര കംഫർട്ടബിൾ ആണ്. നമുക്ക് ആ ഒരു കേക്കിയാകലോ അങ്ങനെ ഒരു പ്രശ്നമില്ലാത്ത നല്ലൊരു ഫൗണ്ടേഷനാണ്. പ്രൈസ് റേഞ്ച് വെച്ച് നല്ലൊരു ഗുഡ് ക്വാളിറ്റി ഫൗണ്ടേഷൻ ചോദിച്ചാൽ ഇതെനിക്ക് സൂപ്പറായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഒരു ഫൗണ്ടേഷനാണ്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ ഞാൻ ഇട്ടിട്ടുണ്ട്, വിയർ ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് തോന്നുന്നു. അപ്പോൾ നൈക്കയുടെ ഓൾ ഡേ മാറ്റ് ഫൗണ്ടേഷനാണ്. നോർമൽ ടു കോമ്പിനേഷൻ സ്കിൻ എന്ന് എഴുതിയിട്ടുണ്ട്.
പക്ഷേ ഓയിലി സ്കിന്നിന് നല്ലതാണ്. ഞാനിത് ഇപ്പോഴാണ് ശ്രദ്ധിച്ചതെന്ന് തോന്നുന്നു. മാറ്റ് ആൻഡ് ലോങ് വെയർ എന്ന് എഴുതിയിട്ടുണ്ട്. സാൻഡ് ആണ് ഷെയ്ഡ്. 599 ആണ്. 599 ഇത് സൂപ്പറാണ്. മഗ്ലിൻ ഫിറ്റ്മി പറഞ്ഞ പോലെ തന്നെ ഇത് സൂപ്പറാണ്. പക്ഷേ ഇതിന്റെ ചെറിയ വേർഷൻ നമുക്ക് അവൈലബിൾ അല്ല. വല്ലപ്പോഴും അല്ല, ഇടയ്ക്കിടയ്ക്കൊക്കെ യൂസ് ചെയ്യാം എന്നുണ്ടെങ്കിൽ ഈ ഫൗണ്ടേഷനോട്ട് പോകാം. ഇത് ലോങ് ലാസ്റ്റിംഗ് ആണ്. ഒരു 8 മണിക്കൂറൊക്കെ വരെ നന്നായിട്ട് നിൽക്കലുണ്ട്. പിന്നെ ഞാൻ എന്തോ പറയാൻ വന്നു, ഇതിൽ എഴുതിയിട്ടുള്ളത് നോർമൽ ടു കോമ്പിനേഷൻ സ്കിൻ എന്നാണ്. ഓയിലി സ്കിന്നായിട്ട് പറഞ്ഞിട്ടേ ഇല്ല. എന്നിട്ട് പോലും എൻ്റെ ഓയിലി സ്കിന്നിൽ ഒരു 8 മണിക്കൂറൊക്കെ വരെ നന്നായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ നമുക്കിത് വേണമെങ്കിൽ ബ്രൈഡൽ വെയർ ആയിട്ടും യൂസ് ചെയ്യാം. നമുക്ക് ഒരുപാട് പൈസയൊന്നും ഇൻവെസ്റ്റ് ചെയ്യില്ല. നമ്മൾ സ്വയം മേക്കപ്പ് ചെയ്യുകയാണെങ്കിൽ, സ്വയം ബ്രൈഡൽ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഫൗണ്ടേഷനിലോട്ട് പോകാം, കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ ഷെയ്ഡ് റേഞ്ച് ധാരാളം ഉണ്ട്. ഒരു മാറ്റ് ഫിനിഷ് ആണ് കേട്ടോ, ഒരു ഹൈഡ്രേറ്റിംഗ് ഫിനിഷ് അങ്ങനെയൊന്നുമില്ല. ഒരു ലോങ് ലാസ്റ്റിംഗ് ഫൗണ്ടേഷൻ ആയതുകൊണ്ട് ഒരു മാറ്റ് ഫിനിഷ് ആണുള്ളത്. ഇച്ചിരി ഹെവി ആയിട്ട് ഫീൽ ചെയ്യും, നമുക്ക് ഇത് ഫേസിലുണ്ടെന്ന് ഫീൽ ചെയ്യും, അല്ലാണ്ട് ലൈറ്റ് വെയിറ്റ് ഒന്നുമല്ല. ഒരു മാറ്റ് ഫിനിഷ് ആണ്, നമുക്ക് ഫേസിൽ ഫീൽ ചെയ്യും. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഒരു ബ്രൈഡൽ മേക്കപ്പിന് നമുക്ക് വേണമെങ്കിൽ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഒരു വെഡ്ഡിംഗ് ഗസ്റ്റ് മേക്കപ്പ് ലുക്കിന് ഒക്കെ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ ഷെയ്ഡ് റേഞ്ച് ഞാൻ പറഞ്ഞില്ലേ, ഷെയ്ഡ് റേഞ്ച് ധാരാളമാണ്. നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടോണിന് പറ്റിയിട്ടുള്ള ഷെയ്ഡ് റേഞ്ച് ഒക്കെ ഉണ്ട്. നെക്സ്റ്റ് ഒരു ഷാമ്പു ആണ്, വോവിൻ്റെ ഷാമ്പു ആണ്. ആപ്പിൾ സൈഡർ വിനേഗർ ഷാമ്പു ആണ്. ജെന്റിൽ ആൻഡ് നാച്ചുറൽ ഡിറ്റോക്സ് ഫോർമുല ഫോർ സ്ട്രെസ്സസ്, നോ പാരബിൻ സിലിക്കോൺ സൾഫേറ്റ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പ്രൈസ് 249 ആണ്. എനിക്ക് കിട്ടിയത് 200 ml 200 ml. ഈ പ്രോഡക്റ്റ് എനിക്ക് നല്ല ഇഷ്ടമായി. നന്നായിട്ട് ക്ലെൻസ് ചെയ്യുന്നുണ്ട്, മൈൽഡാണ്. ഈ പ്രോഡക്റ്റ് എനിക്ക് നല്ല ഇഷ്ടമാണ്. നന്നായിട്ട് ക്ലെൻസ് ചെയ്യുന്നുണ്ട്, മൈൽഡാണ്. നമുക്ക് ഡെയിലി വെയറായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഡെയിലി നമുക്ക് ക്ലെൻസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. നല്ല മൈൽഡാണ്. ഹെയറിന് ഡ്രൈ ആക്കത്തില്ല. എനിക്ക് ഹെയറിന് ഡ്രൈ ആക്കാത്ത, വല്ലപ്പോഴും കൺസീലർ അല്ലല്ലോ, കണ്ടീഷണർ നമ്മൾ സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല എന്നുള്ള ഫൗണ്ടേഷൻ, വല്ലപ്പോഴും കണ്ടീഷണർ സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല എന്നുള്ള ഷാമ്പൂ ഇല്ല. അങ്ങനെയുള്ള ഷാമ്പൂനോട് എനിക്കൊരു പ്രത്യേക സ്നേഹമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഷാമ്പൂ ആണിത്. കാരണം ഇത് ഡ്രൈ ആക്കത്തില്ല, നമ്മുടെ ഹെയറിനെ ഹൈഡ്രേറ്റ് ചെയ്ത് നിർത്തിക്കൊണ്ട് ക്ലെൻസ് ചെയ്യും. അങ്ങനത്തെ ഷാമ്പൂ കിട്ടാൻ വളരെ വളരെ പാടാണ്. അപ്പോൾ എനിക്ക് ഈ ഷാമ്പൂ നല്ല ഇഷ്ടമായി. ഈ സൺസ്ക്രീൻ ഞാൻ ഓൾറെഡി റിവ്യൂ ചെയ്തിട്ടുണ്ട്, റിവ്യൂ ചെയ്തിട്ടുണ്ട്. ഓൺസിന്റെ സിറം ബൂസ്റ്റ് സൺസ്ക്രീൻ ആണ്. SPF 50 ഉണ്ട്, PA3+ ഉണ്ട്, UVA UVB പ്രൊട്ടക്ഷൻ ഉണ്ട്. ഇൻവിസിബിൾ ജെല്ലാണ്, ഇൻവിസിബിൾ അല്ല കേട്ടോ, കാണാനൊക്കെ പറ്റും. നിയാസിനമൈഡ് ഉണ്ട്, നോൺ ഓയിലി, നോ വൈറ്റ് കാസ്റ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. 325 രൂപയാണ്. ഇതിന് ഈ പ്രൈസ് ഉണ്ടായിരുന്നില്ല, ഞാൻ വിചാരിച്ചത് 200 എന്തുവാണെന്ന്. 50 ഗ്രാം പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ഈ പ്രോഡക്റ്റ് നോർമൽ ടു ഡ്രൈ സ്കിന്നിന് സൂപ്പറാണ്, കോമ്പിനേഷൻ സ്കിന്നിന് വരെയും സൂപ്പറാണ്. ഓയിലി സ്കിന്നിന് ഒരു സൂപ്പർ ആയിട്ടുള്ള പ്രോഡക്റ്റ് അല്ല. കാരണം ഇത് ജെല്ലല്ല, ഒരു ക്രീമി ടെക്സ്റ്റാണ്, ലൈറ്റ് വെയിറ്റ് ക്രീമിയാണ്. നമുക്ക് ഒരു അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഹൈഡ്രേറ്റിംഗ് ഒരു ഗ്ലോ പോലെ ഒന്ന് നിൽക്കലുണ്ട് ചെറുതായിട്ടൊന്ന്. അപ്പോൾ അതുകൊണ്ടൊരു ഭയങ്കര എക്സ്ട്രീംലി ഓയിലി സ്കിന്നുകാർക്ക് ഈ ഒരു സൺസ്ക്രീൻ സൂപ്പർ അല്ല. ഇത് പെർഫോമൻസും പ്രൊട്ടക്ഷനും ഒക്കെ നല്ലതാണ്. പക്ഷെ എക്സ്ട്രീംലി ഓയിലി സ്കിന്നുകാർക്ക് ഇത് സൂപ്പർ അല്ല കേട്ടോ. കാരണം ഒന്ന് ഇങ്ങനെ ഒട്ടിയൊക്കെ ആക്കലുണ്ട്. അപ്പോൾ അതുകൊണ്ട് നോർമൽ ടു ഡ്രൈ സ്കിന്നിന് സുഖമായിട്ട് ട്രൈ ചെയ്യാം, കോമ്പിനേഷൻ വരെയുള്ളവർക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. BB ക്രീമിനെ ഇഷ്ടപ്പെടുത്തിയ ഒരാളാണിത്. എനിക്ക് BB ക്രീം ഇഷ്ടമല്ലായിരുന്നു, പക്ഷേ ഈ BB ക്രീം സൂപ്പറാണ്. മാർസിന്റെ BB ക്രീം സ്കിൻ പെർഫെക്ഷൻ കളർ കറക്റ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിന്റെ പ്രൈസ് എനിക്ക് ഓർമ്മയില്ല, എഴുതിയിട്ടില്ല. മീഡിയമാണ് ഷെയ്ഡ്. അപ്പോൾ ഈ ഫൗണ്ടേഷൻ ഉണ്ടല്ലോ, ഈ BB ക്രീം ഉണ്ടല്ലോ, ഇത് നമുക്ക് സാമാന്യം ഒരു 5 മണിക്കൂർ 4-5 മണിക്കൂർ വരെ ഓയിലി സ്കിന്നിൽ നിൽക്കലുണ്ട്. എന്നാലും നമ്മൾ ഭയങ്കരമായിട്ട് ഓയിലി ആകുന്നിടത്തുനിന്നൊക്കെ ഇങ്ങനെ ട്രാൻസ്ഫർ ആയി വരും. അപ്ലൈ ചെയ്യാൻ ഈസിയാണ്. സാമാന്യം ലൈറ്റ് ടു മീഡിയം കവറേജ് ഉണ്ട്. നമ്മൾ ബിൽഡ് ചെയ്താൽ ഫുൾ ഒരു ഏകദേശം പോകുന്നൊരു കവറേജ് ഉണ്ട്. കൺസിസ്റ്റൻസി സൂപ്പറാണ്, ഹൈഡ്രേറ്റിംഗ് ആണ്, പ്രൈസ് റേഞ്ചും ഒക്കെ നല്ലതാണ്. പിന്നെ ഒരുപാട് ഷെയ്ഡ്സ് അവൈലബിൾ അല്ല എന്നൊരു ഡ്രോബാക്ക് ഇതിനുണ്ട്. അല്ലാണ്ട് ഈ പ്രോഡക്റ്റ് നല്ലതാണ്. ഇൻസൈറ്റിൻ്റെ ഈ ഐലൈനർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര നല്ല ഇഷ്ടമാണ്. ഇത് ഷൈനി ഐലൈനർ ആണ്. ഇത് വാട്ടർ പ്രൂഫാണ്. ഇതിൻ്റെ പ്രൈസ് ഒരു 200 പോകത്തില്ല, 150 ആ റേഞ്ചിനൊക്കെ പോകത്തുള്ളൂ. ഇത് എനിക്ക് ഇഷ്ടമാകാൻ കാരണം എൻ്റെ പ്രിഫറൻസ് ആണ്. ലോങ് ലാസ്റ്റിംഗ് ആണ്, ജെറ്റ് ബ്ലാക്ക് ആണ്. എനിക്ക് ഭയങ്കര മാറ്റ് ഫിനിഷ് ഇഷ്ടമല്ല, ഭയങ്കര ഷൈനി ഇഷ്ടമല്ല. ഇതിൻ്റെ ഇടയ്ക്കൊരു ചെറിയൊരു ഷൈനി വന്നിട്ടുള്ള സാധനമില്ലേ, ആ സാധനമാണിത്. ഇത് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും. എനിക്ക് നല്ല ഇഷ്ടമാണ് പേഴ്സണലി. പിന്നെ വാങ്ങിക്കലുണ്ട്. എനിക്ക് അത്ര ഇഷ്ടമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. പക്ഷെ ഇതിൻ്റെ വോണ്ട് ഭയങ്കര സൂപ്പറല്ല. വോണ്ട് നമ്മൾ ഇങ്ങനെ കാക്കി അപ്ലൈ ചെയ്തില്ലെങ്കിൽ തിക്കായിട്ട് തുടങ്ങുമ്പോഴേ വരും. അപ്പം അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ബാക്കി എനിക്ക് ടോട്ടലി എൻ്റെ ഒരു പ്രിഫറൻസിൽ ജെറ്റ് ബ്ലാക്ക് വേണം, ഇച്ചിരി ഷൈൻ വേണം. ആ ഒരു പ്രിഫറൻസിൽ ഇത് സൂപ്പറാണ്, ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കണം. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഇവിടെ സെറ്റ് ചെയ്യാറില്ല, പക്ഷേ എനിക്ക് പെട്ടെന്ന് ഓയിലി ആകാറുണ്ട് ഈ ഐലിട്ട്. അപ്പം അങ്ങനെയുള്ള സമയത്ത് എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണിത്. കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോഴത്തേക്കും ധൈര്യമായിട്ട് ട്രൈ ചെയ്യാം.
നെക്സ്റ്റ് ഇൻസൈറ്റിൻ്റെ വേറൊരു കുട്ടപ്പനാണ്. അപ്പോൾ ഇൻസൈറ്റിൻ്റെ മേക്കപ്പ് എസെൻഷ്യൽസ് ഹൈലൈറ്റർ ആണ്. ഇതിൻ്റെ ഷെയ്ഡ് 05 സാവേജ് ബാർബിയാണ്. അതിൻ്റെ അടിയിലൊക്കെ കഴുക്കായിരിക്കുന്നത്. നമ്മളിങ്ങനെയൊക്കെ വയ്ക്കുമ്പോഴത്തേക്ക് പറയുന്ന കഴുക്കാൻ ആകുമല്ലോ അങ്ങനെ. അപ്പോൾ ഇത് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമുണ്ട്. ഇതിൻ്റെ ഷെയ്ഡ് ഒന്നാണ്. ഞാൻ പുതിയ വാങ്ങിച്ച സാവേജ് ബാർബിയുടെ ഷെയ്ഡ് വേറൊന്നാണ്. ഇതിനൊരു കുറച്ചുകൂടെ ഒരു പിങ്കിഷ് ടിൻ്റ് ഉണ്ട്. ഇപ്പോൾ വാങ്ങിച്ചാൽ ആ പിങ്കിഷ് ടിൻ്റ് അത്രയും തന്നെ ഇല്ല. പക്ഷേ ഇതാണ് നല്ല ഇഷ്ടമായിട്ടുള്ളത്. കാരണം എനിക്കിത് കറക്റ്റ് എൻ്റെ ഒരു സ്കിൻ ടോണിന് പറ്റുന്നുണ്ട്. അതെനിക്ക് ഈ ഭാഗത്ത് ഒരു പിങ്ക് കളറുണ്ട് നാച്ചുറൽ. ഒന്ന് വെയിലടിച്ചാലും പിന്നെ ഒന്ന് ചോക്കലും കൂടെ ഉണ്ട് എക്സ്ട്രാ. അപ്പോൾ അതും കൂടെ ആയതുകൊണ്ട് എനിക്ക് ആ ഒരു നാച്ചുറൽ ലുക്ക് തരുന്ന ഒരു സാധനം ഇതാണ്. പിന്നെ നമ്മൾ ഒരു അല്പം എടുത്തിട്ട് ബ്ലെൻഡ് ചെയ്താൽ നമുക്ക് നല്ലൊരു നാച്ചുറൽ ലുക്ക് കിട്ടും. ഒരുപാട് ഇട്ടാൽ അഞ്ചുരറിയും ഇതൊക്കെ ഇട്ടിട്ടുണ്ടെന്ന്. ഇത് ബ്ലെൻഡ് ചെയ്യാനും എല്ലാം ഈസിയാണ്, ക്രീമിയാണ്. എനിക്ക് ഈ പ്രൈസ് റേഞ്ച് ഇതിന് വളരെ കുറവാണ്. പ്രൈസ് 150 താഴെയുള്ള ഒരു പ്രൈസാണ്. അപ്പോൾ ആ പ്രൈസ് റേഞ്ച് വെച്ച് ഇത് സൂപ്പർ പ്രൊഡക്റ്റ് ആണ്. പല വെറൈറ്റി അവൈലബിൾ ആണ്. നമ്മുടെ സ്കിൻ ടോൺ അനുസരിച്ച് നമുക്ക് മാറ്റി മാറ്റി ഇഷ്ടമുള്ള ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് ഡ്രൈ സ്കിന്നർക്ക് സുഖമായിട്ട് ട്രൈ ചെയ്യാൻ പറ്റുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നിവിയൻ്റെ സോഫ്റ്റ് ലൈറ്റ് മോയ്സ്ചറൈസിങ് ക്രീം. ബോഡി, ഫേസ്, ഹാൻഡ്സ് ഒക്കെ യൂസ് ചെയ്യാൻ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ പ്രൈസ് 105 രൂപയാണ് 50 ഗ്രാം പ്രോഡക്റ്റിന്, 50 ml പ്രോഡക്റ്റിന്. ഇത് നല്ല ക്രീമിയാണ്, നല്ലൊരു വൈറ്റ് കളറിലാണ് വരുന്നത്. ഓയിലി സ്കിന്നുകാർക്ക് പറ്റത്തില്ല, കോമ്പിനേഷൻ സ്കിന്നുകാർക്ക് പറ്റത്തില്ല. പിന്നെ ഞാനിത് എന്തിനു വാങ്ങിച്ചെന്ന് വെച്ചാൽ ഈ പ്രശ്നമില്ല, എൻ്റെ ഇവിടുത്തെ ഡ്രൈനെസ്. ആ ഡ്രൈനെസ് തണുപ്പ് കാലത്ത് ഭയങ്കര ഭീകരമാവും, അപ്പോൾ നല്ലതാണ്. പിന്നെ ഞാൻ മുൻപൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അലോവരല്ല മുൾട്ടാണി മറ്റേ 1 മാസം അപ്ലൈ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ്. അതിൽ ആ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും എൻ്റെ ഇവിടെ ഭയങ്കര ഭീകരമായിട്ടുള്ളൊരു ഡ്രൈനെസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ എന്നെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ഈ പ്രൊഡക്റ്റാണ്. അത്ര ഡ്രൈ ആയിട്ടുള്ള സ്കിൻ വരെ നന്നായിട്ട് റിപ്പയർ ചെയ്ത് നന്നായിട്ട് ഹൈഡ്രേറ്റ് നിർത്താൻ സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഭയങ്കര ഡ്രൈനെസ് ഉള്ളവർക്ക് അഫോർഡബിൾ റേഞ്ചിൽ ഒരു പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. പിന്നെ നമുക്ക് ഈ മുട്ടിൻ്റെ ഇവിടെയൊക്കെ വരുന്ന ആ ഒരു ഡ്രൈനെസ് ഇല്ലേ, ഇവിടെയൊക്കെ വരത്തില്ലേ, അപ്പോൾ അതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ്ഫുൾ ആണ് കേട്ടോ. ഞാനൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുള്ളത്, നമ്മളിങ്ങനെ മുട്ടിങ്ങനെ കുത്തി വെക്കത്തില്ലേ, നമ്മളൊരു ഡെസ്കിൽ കുത്തുക, മേശയിൽ കുത്തുക, അപ്പം നമുക്ക് കുറേ കൂടെ ഇവിടെ ഡാമേജ് വരുന്നുണ്ട്. നമ്മളിങ്ങനെ കൈയധികം കുത്താതിരിക്കുമ്പോഴത്തേക്ക് ഡാമേജ് കുറവാണ്. ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ ലിപ് ബാം ഞാൻ ഉറങ്ങുന്നിടത്ത് വരെയുണ്ട്. ഈ ലിപ് ബാം ന്യൂട്രോജനയുടെ ഡെയിലി ലിപ് ബാം ആണ്. ഇതിൻ്റെ പ്രൈസ് എനിക്ക് ഓർമ്മയില്ല, 200-306 റേഞ്ചാണ്. അപ്പോൾ ഇത് വൈറ്റ് മീൻസ് ക്ലിയർ ലിപ് ബാം ആണ്, നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യും. പക്ഷെ സൂപ്പർ ഹൈഡ്രേഷൻ എന്ന് ഞാൻ പറയത്തില്ല, പക്ഷെ എനിക്ക് വേണ്ട ഹൈഡ്രേഷൻ ഉണ്ട്. എൻ്റെ ഭയങ്കര ഡ്രൈ ലിപ്സ് ആണ്, അതുകൊണ്ട് സൂപ്പർ ഹൈഡ്രേഷൻ നമുക്ക് പറയാം കേട്ടോ. പക്ഷേ വേറെ നല്ല ഹൈഡ്രേറ്റ് ചെയ്യാനുള്ള ലിപ് ബാമുകളുണ്ട്, പക്ഷെ അതിലൊക്കെ കളേഴ്സ് ഉണ്ട്. പ്ലെയിൻ ലിപ് ബാമിൽ എനിക്ക് ഇഷ്ടമായിട്ടുള്ള മീൻസ് ക്ലിയർ ആയിട്ടുള്ള ലിപ് ബാമിൽ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാനായിട്ട് ഫീൽ ചെയ്തിട്ടുള്ള ലിപ് ബാം ഇതാണ്. അത് ഞാൻ എപ്പോഴും എൻ്റെ അടുത്ത് കാണും. ഞാൻ ഉറങ്ങുന്നതിൻ്റെ അടുത്തൊക്കെ വെച്ചിട്ടുണ്ട്. ഉറക്കത്തിലിടത്തില്ല, ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പൊക്കെ ഇട്ടിട്ട് കിടക്കും. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണിത്. ഈ സിറം ഞാൻ കുറേ വട്ടം വാങ്ങിക്കുന്ന സിറമാണ്. ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്ത സിറം ഇതായിരുന്നു. ഞാൻ 10% ഫേസ് സിറം വിത്ത് മാറ്റ്മറൈൻ സിങ്ക് അസറ്റൈൽ ഗ്ലൂക്കോസമൈൻ റെഗുലർ സെബം ആൻഡ് ഇവൻ സ്റ്റോൺ ഫോർ ഓൾ സ്കിൻ ടൈപ്സ് എഴുതിയിട്ടുണ്ട്. 30 ml ആണ് പ്രോഡക്റ്റ്. ഇതിൻ്റെ പ്രൈസ് 599 രൂപയാണ്. ഇത് സൂപ്പറാണ്, ഓയിലി സ്കിന്നുകാർക്ക് സൂപ്പറാണ്. കാരണം ചെറുതായിട്ട് നമ്മളെ പോർസിലെ നമുക്ക് ഭയങ്കര പോസ് വരുമല്ലോ, അതിനൊന്ന് ചെറുതായിട്ടൊന്ന് മിനിമൈസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പിഗ്മെന്റേഷൻ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ആക്നെയുടെ പാടുകളില്ല, അതൊക്കെ മാറ്റാൻ സഹായിക്കുന്നുണ്ട്. എല്ലാ സ്കിൻ ടൈപ്പുകാർക്ക് സൂപ്പറാണ്. പക്ഷേ ഒരു ഓയിലി സ്കിന്നുകാർക്ക് ഭയങ്കര പോസ് വരുന്ന ഓയിലി സ്കിന്നുകാർക്കാണ് പൊതുവെ പോസ് എക്സ്ട്രാ വരുന്നത്. അപ്പോൾ അവർക്കിത് കുറച്ചുകൂടെ ധൈര്യമായിട്ട് ട്രൈ ചെയ്യാവുന്നതാണ്. കാരണം നമ്മുടെ ഓയിലിൻ്റെ ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ സഹായിക്കും. പക്ഷെ ഭയങ്കരമായിട്ട് ഓയിൽ കൺട്രോൾ ചെയ്ത് ഒരിക്കലും ഓയിൽ വരാത്ത ആൾക്കും അങ്ങനെ ഞാൻ പറയുന്നില്ല. പക്ഷെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഇത് സഹായിക്കുന്നുണ്ട്. റെഗുലറായിട്ട് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അതിലേക്ക് കിട്ടി റെഗുലറായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നാലും ബെനിഫിറ്റ് ഉണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റിയാൽ ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടത്തില്ല. നമ്മൾ കണ്ടിന്യൂസ് യൂസ് ചെയ്തുകൊണ്ടിരിക്കണം. പക്ഷേ ഈ ഒരു കുഞ്ഞു ബോട്ടിൽ വാങ്ങിച്ച് നമുക്ക് 2-3 മാസമൊക്കെ ഇരിക്കില്ല. ഒരു നേരം അപ്ലൈ ചെയ്താൽ ഇരിക്കും, 2 നേരം അപ്ലൈ ചെയ്താൽ 2-3 മാസം ഇരിക്കില്ല. ഇത് എൻവൈബയുടെ വൈറ്റ് ഐലൈനർ ആണ്. വൈറ്റ് ഐലൈനർ വേണം ഞാൻ നടന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇത് ട്രൂലി മാറ്റ് ലിക്വിഡ് ഐലൈനർ ആണ്. ഇതിൻ്റെ വോണ്ട് പൊടിഞ്ഞൊക്കെ വരുന്നു. വോണ്ട് ഇത്തിരി തിക്കാണ്, തിന്നല്ല. എനിക്ക് കൂടെ തിന്നായിട്ടുള്ളതായിരുന്നു കുറച്ചുകൂടെ ഇഷ്ടം. അത് ഒരു പോയിന്റ്. ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ റിമൂവ് ചെയ്യണമെങ്കിൽ മൺവെട്ടി എടുത്ത് തോന്നണമെന്ന് അത്രയ്ക്കിരിക്കും. എത്ര നമ്മൾ ഓയിലിട്ടാൽ പോകത്തില്ല, മറ്റേ മിസ്ലർ വാട്ടർ പറ്റത്തില്ല, ക്ലെൻസിങ് ബാം പറ്റത്തില്ല. എൻ്റെ കയ്യിലുള്ള എന്ത് സാധനങ്ങൾ ജെൽ ടൈപ്പുള്ള ക്ലെൻസേഴ്സ് ഇരിപ്പുണ്ട്, ക്രീം ടൈപ്പ് ഒരു സാധനം ഇട്ടാലും ഇത് പോകത്തില്ല. പിന്നെ ചില ദിവസം അടുത്ത ദിവസം വരെ ഇരിക്കലുണ്ട്, കുളിച്ച് കഴിഞ്ഞാലും പോകത്തില്ല. ഇത് അത്രയ്ക്ക് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ്. അത്ര ലോങ് ലാസ്റ്റിംഗ് ആയിട്ടൊരു ഐലൈനറിൻ്റെ ആവശ്യം എനിക്കില്ല, അതുകൊണ്ട് എനിക്കിത് ഇഷ്ടമായില്ല. പക്ഷെ സംഭവം കൊള്ളാം. പക്ഷെ ഇപ്പം നമ്മൾ വരച്ച് കഴിഞ്ഞാൽ അവർ കുഞ്ഞു ഫൈൻ നമ്മുടെ സ്കിന്നിലെ
കുഞ്ഞു ലൈൻസില്ലേ, മൈന്യൂട്ട് ലൈൻസിൽ എടുത്ത് കാണിക്കും. അതെനിക്ക് തീരെ ഇഷ്ടമായിട്ടില്ല. മീൻസ് നമ്മുടെ സ്കിന്നിൽ നോർമലി ഉള്ള കുഞ്ഞു ലൈൻസ് ഇല്ലേ, ആ ഒരു കുഞ്ഞു ലൈൻസ് ഒരു എക്സ്റ്റാജറേറ്റ് ചെയ്യുക. അതുകൊണ്ട് എനിക്ക് തീരെ ഇഷ്ടമായില്ല. അത് പറയാൻ പറ്റും. ഞാൻ ലോങ് ലാസ്റ്റിംഗിൽ ഇരിക്കുന്നത് കാരണം അത് ഭയങ്കര എക്സ്ട്രീംലി ലോങ് ലാസ്റ്റിംഗ് ആയിപ്പോയതുകൊണ്ടാണ് ഞാൻ അത് മാത്രം ഓർത്തത്. കാരണം ഇത് റിമൂവ് ചെയ്യാൻ ഭയങ്കര പടം. ഞാൻ ഇന്ന് ചുരണ്ടിയൊക്കെ റിമൂവ് ചെയ്യാനുണ്ട്. കാരണം അത് പോകണമല്ലോ. അപ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ ഭയങ്കര ഇറിറ്റേറ്റഡ് ആണ് നമ്മളിങ്ങനെ നഖം വെച്ച് ഇങ്ങനെ ചുരണ്ടി എടുക്കുമ്പോഴത്തേനും. അതുകൊണ്ട് എനിക്കിത് ഇഷ്ടമായിട്ടില്ല. നെക്സ്റ്റ് മൈഗ്ലാമിൻ്റെ പ്രോഡക്റ്റാണ് മൈഗ്ലാം HD പോസ് ഫൗണ്ടേഷൻ ആണ്. ഇത് ഫൗണ്ടേഷൻ സ്റ്റിക്കാണ്, ആൽമണ്ട് ആണ് ഷെയ്ഡ്. 599 ആണ് പ്രൈസ്. അപ്പോൾ ഇത് സൂപ്പർ പ്രോഡക്റ്റ് ഒന്നും ഞാൻ പറയത്തില്ല. ഈ പ്രോഡക്റ്റിന് ഇത് ഫൗണ്ടേഷനായിട്ട് യൂസ് ചെയ്യാൻ സൂപ്പർ എന്ന് ഞാൻ പറയില്ല. പക്ഷെ ഇത് എനിക്ക് മറ്റേ കോണ്ടൂറിനൊക്കെ വേണ്ടിയിട്ട് ഇത് യൂസ്ഫുൾ ആണ്. നന്നായിട്ട് ബ്ലെൻഡ് ആവുന്നുണ്ട്, ക്രീമിയാണ്, ഭയങ്കര ഇത് കവറേജ് ഇല്ല. ഭയങ്കര കവറേജ് ഉണ്ടെങ്കിൽ നമ്മൾ കോണ്ടൂറായിട്ട് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ഇത് ആ ബ്ലെൻഡ് ചെയ്ത ഒരു നാച്ചുറൽ ലുക്ക് വരത്തില്ല. അതുകൊണ്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്ത് നാച്ചുറൽ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിത് യൂസ് ചെയ്യുന്നത്. അല്ലാണ്ട് ഒരു ഫുൾ കവറേജ് ഉള്ള സ്റ്റിക്ക് ഫൗണ്ടേഷൻ നമ്മൾ യൂസ് ചെയ്താൽ ആ നാച്ചുറൽ ഫിനിഷ് കിട്ടത്തില്ല. ആ ബ്ലെൻഡ് ചെയ്തിങ്ങനെ നമ്മുടെ നോർമൽ സ്കിന്നോട്ട് ചേർന്നിട്ട് വരുന്ന ഒരു ഫൗണ്ടേഷൻ ഫിനിഷ് കിട്ടുന്ന നമുക്കൊരു മൈൽഡ് ടു മീഡിയം കവറേജ് പാടുള്ളൂ എന്ന് എനിക്ക് ഫീൽ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പ്രോഡക്റ്റ് ഇഷ്ടമാണ്, അല്ലാണ്ട് ഫൗണ്ടേഷനായിട്ട് ഇത് ഇഷ്ടമല്ല. നെക്സ്റ്റ് പ്രോഡക്റ്റ് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ട് മറ്റേ തൊട്ടുമുള്ളത്തെ വീഡിയോയിൽ. പ്രോഡക്റ്റ് ഡോട്ട് ആൻഡ് കീയുടെ വിറ്റാമിൻ C+C സൂപ്പർ ബ്രൈറ്റ് മോയ്സ്ചറൈസർ ജെല്ലാണ്. ഇതിൻ്റെ പ്രൈസ് 595 ആണ്. 60 ml ആണ് ഉള്ളത്. അപ്പോൾ ഇത് സൂപ്പറാണ്. സൂപ്പർ എന്ന് വെച്ചാൽ എല്ലാ സ്കിൻ ടൈപ്പൊക്കെ യൂസ് ചെയ്യാം. നമ്മുടെ സ്കിന്നിലെ പാടുകൾ കുറയാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്, ഹൈഡ്രേറ്റ് ചെയ്യുന്നുണ്ട്, ലൈറ്റ് വെയിറ്റ് ആണ്, ഭയങ്കര ഇങ്ങനെ ഒട്ടി ഇരിക്കത്തില്ല, ഓയിലി ആക്കത്തില്ല, ബ്ലെൻഡ് ആയിട്ട് ഉള്ളിലോട്ട് നന്നായിട്ട് ഇറങ്ങിപ്പോവും. എല്ലാം കൊണ്ട് പിന്നെ ഒരു മൈൽഡ് സ്മെല്ലാണ്. പിന്നെ ആകെയുള്ള പ്രശ്നം വിറ്റാമിൻ C ഉള്ളതുകൊണ്ട് തുറന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു 5 വർഷമില്ല വർഷങ്ങളോളം ഇരിക്കത്തില്ല. നമ്മൾ തുറന്നാലും ഓപ്പൺ ചെയ്താൽ നമ്മൾ പിന്നെ കണ്ടിന്യൂസ് ഇത് യൂസ് ചെയ്ത് തീർത്തോളണം. ഫൈനൽ പ്രോഡക്റ്റ്. ഈ പ്രോഡക്റ്റ് വാങ്ങിച്ചപ്പോഴത്തേക്ക് എനിക്ക് ഇഷ്ടമായില്ലായിരുന്നത്. കാരണം ഇതിനൊരു സ്മെൽ ഉണ്ടായിരുന്നു, ഒരു ഊള സ്മെൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ നൈക്ക സ്കിൻ ജീനിയസ് സ്കൾപ്പിംഗ് ആൻഡ് ഹൈഡ്രേറ്റിംഗ് ഫൗണ്ടേഷൻ ആണ്. 7 ml ആണ് ഈ കുഞ്ഞ് ട്യൂബിന്. ഇതിൻ്റെ പ്രൈസ് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ ഒരു 100 അങ്ങനെ എന്തോ പ്രൈസ് ആയിരുന്നു. വാംസ് ആൻഡ് ഷെയ്ഡ് 03. ഇതിന് ഒരുപാട് ഷെയ്ഡ് റേഞ്ച് ഇല്ല എന്നുള്ളൊരു പോരായ്മ ഉണ്ട്, അത് വേറെ കാര്യം. പക്ഷേ ഇത് ഞാൻ ആദ്യം വാങ്ങിച്ചിട്ട് എനിക്ക് തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് ഇതിൻ്റെ സ്മെല്ല് പിടിച്ചില്ല. എന്തോ ഒരു പഴകിയതിൻ്റെ ഒരു സ്മെല്ല് വരുന്നുണ്ട്. നമ്മുടെ വെജിറ്റബിൾസ് പഴകിയ പോലെയോ എന്തോ ഒരു പഴകിയ സ്മെല്ല് വരുന്നുണ്ട്. വെജിറ്റബിൾസ് പഴകിയെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എന്തോ ഒരു പഴകിയ സ്മെല്ല് വരുന്നുണ്ട്. നമുക്കൊരു പുതുമ ഫീൽ ചെയ്യുന്നൊരു ഫൗണ്ടേഷൻ അല്ലായിരുന്നു എനിക്കിത് കയ്യിൽ കിട്ടുമ്പോഴത്തേക്കും. അപ്പോൾ ഞാൻ ട്രൈ ചെയ്യാൻ മടിച്ചു, പക്ഷെ പിന്നെ ട്രൈ ചെയ്തപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. കാരണം നല്ല ലൈറ്റ് വെയിറ്റ് ആണ്, ഭയങ്കര ലൈറ്റ് വെയിറ്റ്, ഹൈഡ്രേറ്റിംഗ് ആണ്, മീഡിയം ടു ബിൽഡബിൾ കവറേജ് ഉണ്ട്, നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാൻ ഈസിയാണ്. നമുക്ക് റെഗുലറായിട്ട് യൂസ് ചെയ്യാൻ കൈ വെച്ചുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ബ്ലെൻഡ് ചെയ്ത് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ആണ്. അതുകൊണ്ട് എനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ ഈ ഷെയ്ഡും ഏകദേശം എനിക്ക് കറക്റ്റ് ഷെയ്ഡായിട്ട് വന്നിട്ട്, നമുക്ക് ഷെയ്ഡ് കറക്റ്റ് ഇടാൻ ഭയങ്കര പാടാണ് ഓരോ പ്രോഡക്റ്റുകളും. ഇപ്പോൾ ഒരുപാട് ഷെയ്ഡ് ഇറക്കിയാൽ നമുക്കത് കറക്റ്റായിട്ട് ഇട്ടാൻ ഭയങ്കര പാടായിരിക്കും. നമുക്ക് ഒരു 50 ഷെയ്ഡുള്ള ഒരു ഫൗണ്ടേഷൻ ഇടുമ്പോൾ നമുക്ക് ഷെയ്ഡ് കറക്റ്റ് ഇടണമെങ്കിൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടാണ് എനിക്കിത് ഇഷ്ടമായി. ഷെയ്ഡ്, പിന്നെ ബ്ലെൻഡ് ചെയ്യാനുള്ള ഈസി, അതിൻ്റെ ഒരു കവറേജ്, പെർഫോമൻസ് കാര്യങ്ങളെല്ലാം ലാസ്റ്റ് ചെയ്യുന്നത് ഒരുപാട് ലാസ്റ്റ് ചെയ്തില്ല, ഒരു 4-5 മണിക്കൂറൊക്കെ ലാസ്റ്റ് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ ഒരു കാര്യങ്ങളെല്ലാം ചേർന്നിട്ടാണ് എനിക്കിതൊരു മീഡിയം ബഡ്ജറ്റിലുള്ള ഒരു നല്ല ഫൗണ്ടേഷനായിട്ട് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാനിതിൻ്റെ വലിയ ബോട്ടിൽ വാങ്ങിച്ചു, മറ്റേ സാധനമല്ലേ, ആ ബോട്ടിൽ വാങ്ങിച്ചപ്പോഴത്തേക്ക് ഇതിൻ്റെ സ്മെല്ല് വേറെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ പ്രോഡക്റ്റിൻ്റെ മാത്രം സ്മെൽ ഇഷ്യൂ ആയിരുന്നു എനിക്ക് മനസ്സിലായി, ഈ ട്യൂബിൻ്റെ മാത്രം. അല്ലാണ്ട് പ്രോഡക്റ്റ് നോക്കുമ്പോഴത്തേക്ക് നല്ലതാണ്. പിന്നെ നമ്മൾ ഒരു 500-600 കൊടുത്തത് വാങ്ങിക്കേണ്ട ആവശ്യമുണ്ടെന്ന് വെച്ചാൽ അതിനേക്കാളും നമുക്ക് ഓഫർ നൈക്കിൽ വരത്തില്ല, അപ്പോഴും വാങ്ങിച്ചാൽ മതി. പിന്നെ നമ്മൾ ആദ്യ സംക്രാന്തിക്ക് മാത്രമേ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നുള്ളൂ, നമുക്ക് ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷേ നല്ലൊരു ഫൗണ്ടേഷൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഈ കുഞ്ഞു ട്യൂബിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷേ അപ്പോഴും പ്രശ്നം ഷെയ്ഡ് റേഞ്ച് വളരെ കുറവാണ്. 5 ഷെയ്ഡ് റേഞ്ച് എന്തേ ഉള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ ഷെയ്ഡ് റേഞ്ചും കൂടെ വെറൈറ്റി ആക്കിയിട്ട് ഇതുപോലത്തെ കുഞ്ഞു ട്യൂബ് ഇറക്കിയാൽ നമ്മൾ വല്ലപ്പോഴും ഫൗണ്ടേഷൻ അവർക്ക് ഇത് യൂസ്ഫുൾ ആകുമായിരുന്നു. കാരണം എനിക്കിപ്പോൾ ഡീക്ലട്ടർ ചെയ്തപ്പോഴത്തേക്ക് മനസ്സിലായി നമ്മൾ ഒരുപാട് പ്രോഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യാണ്ട് വേസ്റ്റ് ആവുന്നുണ്ട്. എസ്പെഷ്യലി ഞാൻ എന്നും വീഡിയോ ഇടുന്ന ആളായിട്ട് പോലും, എന്നും മേക്കപ്പ് ചെയ്യുന്ന ഒരാളായിട്ട് പോലും എനിക്ക് ഒരുപാട് പ്രോഡക്റ്റ് വേസ്റ്റ് വന്നു. അപ്പം വല്ലപ്പോഴും മേക്കപ്പ് ഇടുന്ന ഒരു അവസ്ഥ ആലോചിച്ച് നോക്കിയാൽ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വല്ലപ്പോഴും മേക്കപ്പ് ഇടാണെങ്കിൽ നല്ലൊരു ഫൗണ്ടേഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഷെയ്ഡ് റേഞ്ചിൽ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ഈ കുഞ്ഞു ട്യൂബിലോട്ട് ഇൻവെസ്റ്റ് ആവുന്നതാണ്. ഞാൻ ഈ ഫൗണ്ടേഷൻ കാര്യം പറഞ്ഞത് എൻ്റെ ഓയിലി സ്കിന്നുള്ള എഫക്റ്റ് ആണ്. മീൻസ് ഭയങ്കരമായിട്ട് ലാസ്റ്റ് ചെയ്യത്തില്ല എന്ന്, 4-5 മണിക്കൂറൊക്കെ മാക്സിമം ലാസ്റ്റ് ചെയ്തോളുന്നു. പക്ഷേ നിങ്ങൾ നോർമൽ ടു ഡ്രൈ സ്കിൻ ആണെങ്കിൽ സുഖമായിട്ട് ലാസ്റ്റ് ചെയ്യും. എൻ്റെ ഭയങ്കര എക്സ്ട്രീംലി ഓയിലി സ്കിന്നാണ്. കാരണം ആ പ്രോഡക്റ്റ് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് അല്ലാത്ത പ്രോഡക്റ്റ് ഒന്നുമല്ല, നമുക്ക് സാമാന്യം ലാസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി വിശ്വസിക്കും. ഗിവ്സ് മൈ ബി ഹാപ്പി.